ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡാസ്ലിംഗ് ഡോട്ടേഴ്സ്. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ ഇന്നൊരു മീഷോ ഹോളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ കൂടെ ഇരിക്കുന്നത് എൻ്റെ നെഫ്യൂ ആണ്. സോ ഹീ വിൽ ബി റിയാക്ടിങ് ടു ദ സ്റ്റഫ്സ് ഐ ഹാവ് ബോട്ട് ഫ്രം മീഷോ. അപ്പോൾ ആളെങ്ങനെയാണ് റിയാക്ട് ചെയ്യുക, അതുപോലെ എന്തൊക്കെ സാധനമാണ് ഞാൻ വാങ്ങിയത്, അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ അധികം വൈകാതെ തന്നെ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. ലെറ്റ്സ് ഗോ. അപ്പോൾ ഈ വീഡിയോയിൽ ഈ ഹാളിൽ കാണുന്ന സാധനങ്ങളെല്ലാം കുറച്ച് മുമ്പേ വാങ്ങിയിട്ടുള്ള സാധനമാണ്. അത് ഞാൻ പർച്ചേസ് ചെയ്തിട്ട് എനിക്ക് അങ്ങോട്ട് UAE എത്തിക്കാൻ പറ്റാതെ അത് ഇവിടെ പെട്ടുപോയതാണ്. ഇപ്പം ഞാൻ നാട്ടിൽ വന്നപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് ഞാൻ ആദ്യമൊന്നും എല്ലാം തുറന്നു നോക്കിയിട്ടുണ്ട്. പക്ഷേ എന്നാലും ഞാനൊരു വീഡിയോ ചെയ്യണം എന്നുള്ള പർപ്പസിന് പ്ലാൻ. സോ അപ്പോൾ എല്ലാം ഞാൻ അതുപോലെ തന്നെ തിരിച്ചു വെച്ചിട്ട് ഇപ്പം ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് തുറക്കാൻ പോണത് ഈ ബോക്സാണ്. ഈ ജേർണലിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയ ഒരു ജേർണലിംഗ് ഡയറിയാണ്. വളരെ ചെറിയ പ്രൈസിൽ വാങ്ങിയതാണ്. എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ തുറക്കട്ടെ? തംസ് അപ്പ്. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ജേർണലിംഗ് ബുക്ക്. ഭയങ്കര പ്രത്യേക ഒരു വിൻറ്റേജ് സ്റ്റൈലിലുള്ള ബുക്കാണ്. ക്യാഷ് ബാക്ക് ഓഫർ ആണോ, ബ്രാൻഡ് ഇറ്റ് ഇസ് നിസാം ഹാൻഡിക്രാഫ്റ്റ് എന്ന് പറഞ്ഞൊരു ഇതാണ്. ഇതുപോലെ ഇങ്ങനത്തെ ഡീറ്റെയിലിങ്സ് ഒക്കെ ആയിട്ട് നല്ല സൂപ്പറായൊരു ഡയറിയാണ്. അപ്പോൾ എന്താണ് നിൻ്റെ അഭിപ്രായം ഇതിനെ കുറിച്ചിട്ട്? വാട്ട് ഡു യു ഫീൽ? ഇത് നമുക്ക് ഇങ്ങനെ ഓരോന്നൊക്കെ എഴുതാൻ, ലൈക്ക് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് നല്ല പ്രിട്ടി ആക്കിയിട്ട് ഡ്രോയിങ് ഒക്കെ ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ടുള്ളൊരു ബുക്കാണ്. എന്താണ് ഫീലിങ്? അടിപൊളിയാ ശരിക്കും? ഇഷ്ടപ്പെട്ടാ? ഇതിൻ്റെ ഡിസൈനൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? അടിപൊളിയാ? അപ്പോൾ സാക്ക് പറയണ അടിപൊളിയാണെന്നാണ്. സംഭവം പറഞ്ഞ പോലെ നല്ല ക്വാളിറ്റിയുടെ സാധനമാണ്. പ്രൈസ് എല്ലാം ഞാൻ ഇവിടെ ഇടാം, എന്താണ് എക്സാക്ട് പ്രൈസ് എന്ന്, ബിക്കോസ് ഐ ഡോണ്ട് റിമെമ്പർ നൗ. മീഷോയിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഓഫർ ഉണ്ടാവും. അപ്പോൾ ലൈക്ക് പ്രൈസ് കീപ് ലൈക്ക് ഫ്ലക്ച്വേറ്റിംഗ്, ബട്ട് ദിസ് ഈസ് റിയലി ഗുഡ്. ഓക്കെ, ഇനിയും കുറച്ചും കൂടിയും ലൈക്ക് ജേർണലിംഗ് പർപ്പസിൻ്റെ സ്റ്റഫ്സ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതും കൂടി വന്നതിന് ശേഷം ഞാൻ ആ വീഡിയോ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഐറ്റം. അപ്പോൾ ഇതൊക്കെ അല്ലേ, ഇത് അപ്രൂവ്ഡ് അല്ലേ, സാക്ക് അപ്രൂവ്ഡ്. നെക്സ്റ്റ് ഐറ്റം എന്താന്ന് വെച്ചാൽ എടുക്കട്ടെ, ഏറ്റവും വൈറലായ സാധനം. ഇത് ആക്ച്വലി ഞാൻ ഇതിന് ഇടാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്തതാണ്. ആരെങ്കിലും വരുന്നുണ്ടാവും, അപ്പോൾ അത് കൊണ്ടിരിക്കാന്ന് വിചാരിച്ചിട്ട്. ബട്ട് ഐ ഡിഡ്ന്റ് ഗെറ്റ്. എന്നിട്ട് അന്ന് മീന ബസാർ പോയിട്ടാണ് വാങ്ങിയതെല്ലാം. സാധനം ദേ ഇതാണ്. ഞാൻ ഓപ്പൺ ആക്കട്ടെ. സാധനം ഓൺലൈൻ കണ്ട് വാങ്ങിയതായതുകൊണ്ടാണ് ഇത് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും വലുതാണ്. ഓ മൈ ഗോഡ്, ദിസ് ഈസ് ലൈക്ക് റിയലി ബിഗ്. എന്താണ് അഭിപ്രായം? ഹൗ ഇസ് ഇറ്റ്? ഗുഡാണ്. ഇട്ടാ എങ്ങനെ ഉണ്ടാവും? ഭംഗി ഉണ്ടാവും? എനിക്ക് ഉണ്ടാവോ? നെട്ടോക്കാ? അപ്പൊ സാക്ക് പറയണ ഭംഗി ഉണ്ടാവുന്നതാണ്. എന്തായാലും നമുക്ക് ഇട്ടോക്കാം. ഇത് ലൈക്ക് വീഡിയോയിൽ മനസ്സിലാവുണ്ടെന്ന് അറിയില്ല. ഗോൾഡാണ്. ഐ ഡോണ്ട് നോ. എന്നാലും നമുക്കൊന്ന് ഇട്ട് നോക്കാം. ഓ ഈടാ മോനെ, ഭയങ്കര വലുതാണ്. എങ്ങനെയുണ്ട് ഇട്ടിട്ട്? ഭംഗിയുണ്ടോ? അടിപൊളിയാണോ? ഈ കിൽക്കൊക്കെ എങ്ങനെയുണ്ട്? സൂപ്പർ. ഓക്കെ, സോ ഇറ്റ് ഈസ് അപ്രൂവ്ഡ് റൈറ്റ്. അപ്പോൾ നെക്സ്റ്റ് ഐറ്റത്തിലോട്ട് പോവാം. നെക്സ്റ്റ് ഓൾസോ ആക്സസറി ആണ്, പക്ഷേ അത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു കമ്മലാണ് കേട്ടോ. ലൈക്ക് നല്ല ഭംഗിയുണ്ട്, നല്ല ഭംഗിയുള്ള ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാധനം. അപ്പോൾ നമുക്ക് സാക്കിന് കാട്ടി കൊടുക്കാം. സാക്കിൻ്റെ അഭിപ്രായം നോക്കാം. എങ്ങനെയുണ്ട് സാക്ക്? എങ്ങനെയുണ്ട് സാക്ക്? ഓക്കെ, കാട്ടു, ശരിക്കും കാട്ടി കൊടുത്തു സാക്ക്. കേട്ടോ, സൂപ്പർ ലൈറ്റ് വെയിറ്റ് ആണ്. സൂപ്പർ ലൈറ്റ് വെയിറ്റ് ആണ്. മറ്റത് കുറച്ച് ഹെവിയാണ്. അതുപോലെ ഈ ഗുങ്കുരു എല്ലാം നല്ല ക്വാളിറ്റിയാണ്. ഗോൾഡ് കളർ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആണ്. ഇറ്റ്സ് ലൈക്ക് റിയലി ഗുഡ്. നമുക്ക് അതും ഒന്ന് ഇട്ട് നോക്കാം. എങ്ങനെയുണ്ട്? നല്ലത്? എല്ലാം സൂപ്പറാണോ? ഭയങ്കര വലുതായി പോയാ? അതാ ഒരു കമ്മലിന്റെ സ്റ്റൈൽ അങ്ങനെയാണ്, വലുതാണ്.
വലുതായി പോയാ ബട്ട് ഭംഗിയില്ലേ? അപ്രൂവ്ഡ്. ഓ ഇവിടെ ഭയങ്കര തണുപ്പാവുന്നൊക്കെയാണ് വിചാരിച്ചത്. ബട്ട് സ്വെറ്റിംഗ് ലൈക്ക് പിഗ്. നെക്സ്റ്റ് ഐറ്റം നമുക്ക് എടുക്കാം. നെക്സ്റ്റ് ഐറ്റം എന്താന്ന് അറിയില്ല, നോക്കട്ടെ. ഓ യാ, ഇനി ഗസ്സസ് സാക്ക് ഇത് എന്താണ്? പേഴ്സ്. ഓക്കെ, സാക്ക് പറഞ്ഞത് ഇത് പേഴ്സ് ആണെന്നാണ്. പക്ഷെ ആക്ച്വലി എന്റെ മമ്മി എന്നെ ഫോൺ ചെയ്തപ്പോഴും പറഞ്ഞത് അതിലെന്തോ പേഴ്സ് ആണെന്നാണ്. ആക്ച്വലി ഇതൊരു പേഴ്സ് അല്ല. ഓക്കെ, ഇതൊരു ക്യൂട്ട് എന്ന് പറഞ്ഞാലോ, ഞാൻ ഈ ജേർണലിംഗ് റെഫറൽ വീഡിയോസ് എല്ലാം നോക്കുമ്പോൾ there were people doing ചെറിയ ജേർണൽസ്, ചെറിയ ബുക്കിൽ ഭയങ്കര മൈന്യൂട്ട് മിനിയേച്ചർ ജേർണൽസ്. അപ്പോൾ ഐ തോട്ട് അത് അങ്ങനത്തെ ഒരെണ്ണം പ്ലാൻ ആക്കാന്ന്. പക്ഷെ ഇതിനൊരു ഡ്രോബാക്ക് ഉണ്ട്. ഇത് കുറച്ചൊരു ഡിഫക്റ്റീവ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ബട്ട് ഇറ്റ്സ് ഓക്കെ, ഒരു വിൻറ്റേജ് ലുക്കിന് ഇറ്റ്സ് ഫൈൻ, ലൈക്ക് ഇറ്റ്സ് ഓക്കെ. പക്ഷെ നല്ല വെൽ മെയ്ഡാണ്. ഇതുപോലെ ഇങ്ങനെ ഒരു ക്രോസ് ത്രെഡും ഇതൊക്കെ ഉണ്ട്. പിന്നെ ഈ പേജസും നല്ല ക്വാളിറ്റി ഉള്ള പേജസ് ആണ്. അല്ലേ, നല്ലല്ലേ? ഗുഡ് റൈറ്റ്. ആ, അപ്പൊ ഇത് രണ്ടാണ് ആ ഒരു സംഭവം ജേർണലിംഗ് കട. ഇതാണ് ഇത്ര സൈസ് ഡിഫറൻസ് ഉണ്ട് ഇത് രണ്ടും തമ്മിൽ കേട്ടോ. രണ്ടും നല്ലതല്ലേ? ഓക്കെ, നെക്സ്റ്റ് എഗെയിൻ ഒരു ആക്സസറി ആണ്. അത് കളർ കുറച്ചൊരു മെഹന്തി ഗോൾഡ് കളറിലുള്ളതാണ്. ഗസ് ചെയ്യാൻ പറ്റുമോ ഇത് എന്ത് ആക്സസറി ആണെന്ന്? കമ്മലാണോ, മാലയാണോ, വളയാണോ, എന്തായിരിക്കും? മാല. ഓക്കെ, സാക്ക് ഗസ് ചെയ്തത് മാലയാണ്. എന്താണ് നമുക്ക് നോക്കാം. Again a camel. But how is it? It's nice. It's nice, but a little big, yeah. So it's a pretty mehendi കളറിലുള്ള ഒരു കശ്മീരി ജുംക്കയാണ്. സോ ആസ് ഐ ടോൾഡ്, ഇത് ഇതിന് ഡ്രസ്സിൻ്റെ കൂടെ സ്റ്റൈൽ ചെയ്യണം എന്നുള്ള പർപ്പസിന് വേണ്ടിയിട്ട് മീഷോയിൽ നിന്ന് വാങ്ങിയതാണ്. പക്ഷെ എനിക്കിത് കിട്ടാത്തത് കൊണ്ട് ഇതെല്ലാം ഇവിടെ പെട്ടുപോയി. എനിക്ക് തോന്നുന്നു ഈ വാങ്ങിയതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമായതും എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാം ഇപ്പം ഇതിൻ്റെ കൂടെ ആണെങ്കിലും ഇത് ഇടാൻ പറ്റും. എനിക്ക് ഓൾമോസ്റ്റ് എല്ലാ ഡ്രസ്സിൻ്റെ കൂടെയും പെയർ ചെയ്യാൻ പറ്റിയ ഒരു കളർ ടോൺ ഉള്ളത് ഇതാന്ന് തോന്നുന്നു. സോ മമ്മി സോറി, മൈക്കില്ല, അതുകൊണ്ട് നോയിസ് ക്യാൻസലേഷൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. ബാക്ക്ഗ്രൗണ്ട് വോയിസസ് പ്ലീസ് എക്സ്ക്യൂസ്. ഹൗ ഇസ് ഇറ്റ്? അപ്രൂവ്ഡ്. നെക്സ്റ്റ് എന്താന്ന് വെച്ചാല് ഇതൊരു ഭയങ്കര ആവശ്യമുള്ള ഒരു സാധനമാണ് ആക്ച്വലി. വാട്ട് കൈൻഡ് ഓഫ് ബാഗ്? ഓക്കെ, അപ്പൊ ഇതൊരു ഹാൻഡ് ബാഗ് ആണെന്നാണ് സാക്കിന്റെ ഗസ്. ബാഗാണ്, പക്ഷെ ഹാൻഡ് ബാഗ് അല്ല. ഓക്കെ, ഇതെന്ത് സാധനം എന്ന് വെച്ചാല് ഈ ഡ്രസ്സെല്ലാം കൂടി ഞാൻ മടക്കി കവറിലാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. ഈ സൽവാർ, ഈ എത്നിക് വെയർസ് നമ്മൾ വല്ലാണ്ട് യൂസ് ചെയ്യാത്ത ഡ്രസ്സുകളല്ല. അപ്പോൾ അതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ള ഒരു ബിഗ് ഒരു സാധനമാണ്. ബിഗ് ബാഗാണ്. അയ്യോ, എന്തോ താഴെ പോയി. നമ്മളെ സൽവാസ്, സാരി നമ്മൾ ഉപയോഗിക്കാത്ത എപ്പോഴും ഉപയോഗിക്കാത്ത എത്നിക് വെയർസ് ഒക്കെ നമുക്ക് ഇതിൽ നന്നായി പാക്ക് ചെയ്ത് എടുത്ത് വെക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു ഐറ്റമാണ് ബിഗ് ബാഗ്. വാട്ട് യു തിങ്ക്? ഇത് യൂസ്ഫുൾ ആണോ, യൂസ്ഫുൾ അല്ലേ? അത് ഇങ്ങനെയാണ് തുറക്കുക. ഈ സിബ് ഇങ്ങനെ തുറന്നാൽ ഷോ യു. You don't think so? It's not useful? Like see സാരി, സൽവാർ ഒക്കെ അതെ എത്ര വലുതാണ്. ഇതിൻ്റെ ഉള്ളിൽ വെച്ചൂടെ മടക്കിയിട്ട്? അപ്രൂവ്ഡ് ആണ്. ഫോഴ്സ്ഫുൾ അപ്രൂവലാണ് അത്. ഓൾറെഡി അവനക്ക് ഗസ് ചെയ്യാൻ പറ്റും, കാരണം ഇത് ഈ കവർ എടുക്കുമ്പോൾ തന്നെ കാണാൻ ഇതിൻ്റെ ഉള്ളിൽ എന്താന്നുള്ളത്. സോ ഹി ക്യാൻ ഗസ് ഈസി ആയിട്ട്. ഇത് നമ്മൾ ഇട്ടു ഒരു പ്രാവശ്യം, ഓർമ്മ ഉണ്ടാ? എവിടെക്കട്ടത്? കല്യാണം പോകുമ്പോൾ ഇട്ട ഓൾറെഡി. അപ്പോൾ ഇത് ഞാൻ 2 പെയർ ഓഫ് ഫാർഷി സൽവാർ സൂട്ട് ഞാൻ വാങ്ങിയതാണ്. ഓക്കെ ക്വാളിറ്റിയാണ്. ഞാൻ ഇത് വൈറ്റ് ആൻഡ് പിങ്ക് ആണ് കളറ്. ഇത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇമേജ് ഞാൻ സൈഡിൽ എവിടെയെങ്കിലും ഇടാം. ഓക്കെയാണ് കാണാൻ, അത്ര
അത്ര ഭയങ്കര ഒരു ക്വാളിറ്റി എന്ന് പറയാനില്ല. ഇതിൽ ഫാർഷി സ്റ്റൈലെല്ലാം പ്രോപ്പറായിട്ട് അവര് ആണോ? യു ലൈക്ക് ഇറ്റ്? ആ സാക്ക് തന്നെ അന്ന് ഇതിന്റെ ഫോട്ടോസ് എല്ലാം എടുത്തത്. ഇതാ ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. കൈയെല്ലാം ഇങ്ങനെയാണ് സിമ്പിളായിട്ട്, വലിയ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഐറ്റമാണ്. ഷോള് ഇതുപോലെ ഇങ്ങനെ നല്ല ലേസ് വർക്കും ഇതൊക്കെ ഉള്ളത്. ഗുഡിയാ? ഗുഡ് അല്ലേ? അടുത്തത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിയതാണ്. ഇട്ടിട്ടില്ല ഡ്രസ്സൊക്കെ. വേറെ ഒന്നുമില്ല. ദിസ് ഇസ് ദ ഫൈനൽ. ഒരു റെഡ് സൂട്ട് വേണമെന്ന് കുറേ കാലമായിട്ട് ഹണ്ട് ചെയ്ത് നടക്കാണ്. പക്ഷെ പ്രോപ്പർ റെഡാണ് വാങ്ങാൻ ഉദ്ദേശിച്ചത്. ബട്ട് ദെൻ ഐ ലൈക്ക് ദിസ്. ഇതിന്റെ ഷോള് റെഡാണ്, ബട്ട് ബാക്കിയെല്ലാം ലൈക്ക് നല്ല പ്രിട്ടി വർക്കാണ്. കാണുമ്പോൾ മറ്റേതുപോലെ തോന്നുമെങ്കിലും ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ഇതുമ്പോൾ നല്ല റിയൽ മിറർ വർക്കാണ് അവർ വെച്ചിട്ടുള്ളത്. അതുപോലെ കയ്യുമ്മലൊക്കെ ഹെവി വർക്കാണ്. ഷോള് കാട്ടി കൊടുക്കും. ലേസ് ഇതിന്റെ ഫാർഷിയും അവർ ഇതുപോലെ നല്ല റിയൽ മിറർ വർക്ക് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് നല്ല, ഞാനൊരു യൂട്യൂബറുടെ റിവ്യൂ കണ്ടിട്ടാണ് ഇത് വാങ്ങിയത്. നല്ല ഭംഗിയിട്ടാണ്. പക്ഷെ ഈ പാൻറ് കുറച്ച് സീത്രൂ ആണ്. ഇറ്റ്സ് ഓക്കെ. അടിയിൽ എന്തെങ്കിലും ഇട്ടാണ് ഫൈൻ. Is it Zach approved? അതാണ് ലാസ്റ്റ് ഐറ്റം. അപ്പൊ എങ്ങനെയുണ്ട് ഈ ഹോള്? ഞാൻ വാങ്ങിയ സാധനങ്ങളൊക്കെ എങ്ങനെയുണ്ട്? നല്ലതാണോ? ഇഷ്ടപ്പെട്ടോ? അടിപൊളി. ഡ്രസ്സ് നല്ലത്, നമ്മുടെ ജേർണലിന്റെ ബുക്ക് നല്ലത്, കമ്മലുകൾ കുറച്ച് ഓക്കെയാണ്. അത്ര രസമല്ല. അപ്പൊ ഇത് ഓക്കെയാണ്, ഇത് അടിപൊളിയാണല്ലേ? ഏറ്റവും അടിപൊളി, സൂപ്പറാണ്. പറയും, ഉറക്കനെ പറയും സൂപ്പറാണെന്ന്. കേക്കണ്ട അവർക്ക്. ഓക്കെ, അപ്പൊ അവനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ കമ്മലാണ്. കമ്മല് വലിയ അവനക്ക് എല്ലാം ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് പറയണത്. ബാക്കിയെല്ലാം സൂപ്പറാണ്, സെറ്റ് സാധനങ്ങളാണ്, ഭംഗിയുണ്ടെല്ലാം അല്ലേ? അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. ഇതാണ് നമ്മുടെ കുട്ടി മീഷോ ഹോൾ. അപ്പൊ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും me and Zach saying bye.